അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഏറെയും ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ നജസ് ഉണ്ടാവുകയും അല്ലെങ്കിൽ നമ്മുടെ വുദു ശരിയാവാതെ, നമ്മുടെ നിസ്കാരം ശരിയാവാതെ ഇരിക്കുകയും ഒക്കെ ഉണ്ടാവുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നജാസാത്തുകൾ എന്താണ് നജസ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. വിശുദ്ധ ഖുറാനിൽ ആദ്യം ഉണ്ടായ മുസ്ലിങ്ങൾക്ക് കിട്ടിയ കൽപ്പനകളിൽ പെട്ടതാണ് വസിയാബക ഫതഹിർ, അഥവാ നിങ്ങളുടെ വസ്ത്രത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ നജസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ നജസ് അശുദ്ധമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ ശരീരത്തിലായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് നിസ്കരിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, അള്ളാഹ്ക്ക് മുന്നിൽ നമ്മൾ കുമ്പിടാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതല്ലാതെ നമുക്കൊരു നജസ് തൊടുന്നതിലോ അതിൽ എന്തില്ല, ഒരു തെറ്റായ കാര്യമല്ല. നജസ് ഒരു കാര്യമില്ലാതെ തൊടുന്നത്, ഒരു ഹാജത്തോ ഒരു ദറൂറത്തോ ഒന്നും ഇല്ലാതെ നജസ് തൊടുന്നത് മക്രൂഹാണ്. അതുപോലെ തന്നെ അത് എന്തെങ്കിലും ഹാജത്തോ ദറൂറത്തോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആ നജസ് തൊടുന്നതിൽ യാതൊരു ആക്ഷേപവും ഇല്ലതാനും. അത് എന്തെങ്കിലും നജസുമായി ബന്ധപ്പെട്ട് ഒരു ശിക്ഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്കാരവുമായി കണക്ട് ചെയ്ത് മാത്രമാണ്. ഇനി ചില കാര്യങ്ങൾ ഓരോരോ പോയിന്റ് ആയിട്ട് നമ്മൾ പറയാം. ഇപ്പോ നമുക്ക് ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങൾ, അഥവാ ആട്, മാട്, ഒട്ടകം പോലത്തെ മൃഗങ്ങളുടെ യൂറിനും മൂത്രവും അതുപോലെ മലവും മൂത്രവും എന്തല്ല, നജസല്ല എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതില് ഭൂരിപക്ഷം ഉലമാക്കളും അത്രയും അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആടിന്റെ ആ ആലയുണ്ടല്ലോ, ആ ആലയിൽ വെച്ചിട്ട് നിസ്കരിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളത്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും അതിന് നജസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ. പക്ഷെ ഭക്ഷ്യയോഗ്യമല്ലാത്തൊരു മൃഗമാണെങ്കിൽ, ഒരു സിംഹമോ അല്ലെങ്കിൽ കരടിയോ പുലിയൊക്കെ ആണെങ്കിൽ അതിന്റെ അതിന്റെ മലവും മൂത്രവും നജസാണ് എന്നുകൂടി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു മുല കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം എന്തല്ല, അത് നജസല്ല എന്ന് മൂന്ന് മദ്ഹബുകളും പറയുന്നുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മുല കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രമാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ വെള്ളം തളിക്കുക, മറിച്ച് ഒരു പെൺകുട്ടിയുടെ മൂത്രമാണെന്നുണ്ടെങ്കിൽ അത് കഴുകി കളയുക എന്നുകൂടി പറയുന്നുണ്ട്. എന്താണ് കാരണം എന്നൊന്നും നമുക്ക് അന്വേഷിക്കേണ്ടതില്ല, അങ്ങനെയാണ് ശറഅ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ചത്ത മൃഗങ്ങൾ അഥവാ രക്തമുള്ള മൃഗങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നജസ് തന്നെയാണ്. അപ്പോൾ രക്തമില്ലാത്ത അതൊരു ഉദാഹരണത്തിന് രക്തമില്ലാത്ത ഒരു പ്രാണിയാണല്ലോ, അത് ചത്തു കഴിഞ്ഞാൽ അത് നജസല്ല എന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ മൈത്ത നജസ് തന്നെയാണ് എന്നുകൂടി പറയുന്നു. ഇനി ജീവിച്ചിരിക്കുന്ന മൃഗത്തിൽ പൂർണ്ണമായും അഥവാ ഭൂരിപക്ഷം ഉലമാക്കളും അതിന്റെ എല്ലാ വശവും ഹറാമ് തന്നെയാണ്, നജസ് തന്നെയാണ് എന്ന് പറഞ്ഞതാണ് പന്നി എന്ന് പറയുന്നത്. ഇനി പൂച്ചയെ സംബന്ധിച്ചിടത്തോളം അത് നജസല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂച്ച ഉപയോഗിച്ച വെള്ളത്തിൽ നിന്ന് ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാം എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചില കാര്യങ്ങൾ, അതിൽ ഒന്ന് മതിയും വതിയും, അഥവാ ഒരു ലൈംഗിക ഉത്തേജനം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു ചെറിയൊരു ഫ്ലൂയിഡ് ആണ് മതിയും വതിയും ഒക്കെ. അത് നജസാണ് എന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനി ശുക്ലം അഥവാ മനി എന്ന് പറയുന്നത് രണ്ട് മദാഹിബുകളും പറയുന്നത് നജസല്ല, രണ്ട് മദാഹിബുകളും പറയുന്നത് നജസാണ് എന്നുള്ളത്. അതിന് മദാഹിബുൽ നജസല്ല എന്ന് പറയാനുള്ള ഒരു കാരണം, വലഖദ് കറംനാ ബനി ആദം, അള്ളാഹ് ആദമിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ആദം അലൈഹിസ്സലാമിനെ അല്ലെങ്കിൽ ആദമിന്റെ മക്കളെ അള്ളാഹു പ്രകീർത്തിച്ചിട്ടുണ്ട്. അപ്പോ ഒരു ആദം അലൈഹിസ്സലാം, മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് ഈ ഒരു ശുക്ലത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ആ ശുക്ലം നജസാവാൻ ഒരു സാധ്യതയും ഇല്ല എന്നൊക്കെയാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത്. ഏതായിരുന്നാലും ശരി, ഇതാണ് അതിന്റെ ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ആളുകൾക്ക് സംശയം വരുന്നതാണ് രക്തം എന്ന് പറയുന്നത്. അപ്പൊ രക്തം എന്ന് പറയുമ്പോൾ അത് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ചെറിയൊരു മുറിവ് സംഭവിച്ചാൽ അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് വരുന്നൊക്കെ രക്തം, അത് നജസല്ല എന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത്. അവർ പറയുന്നത് ദമൻ മസ്ഫൂഹ, അഥവാ ധാരാളമായി ഒഴുകി വരുന്ന വെള്ളം, ആ ഒഴുകി വരുന്ന രക്തം, ആ രക്തമാണ് നജസാവുക. ഇപ്പൊ അതും ഒരു ദറൂറത്തിന്റെ സമയത്ത് നമുക്ക് അത് വെച്ചിട്ട് നിസ്കരിക്കുന്നത് തെറ്റില്ല. ഉദാഹരണം, ഉമർ ഖത്താബിന് നേരെ കത്തി കൊണ്ട് അദ്ദേഹത്തിന്റെ വയറിൽ കുത്തിയ സമയത്ത് ധാരാളം രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേറെ ഓപ്ഷൻ ഇല്ല, ആ രക്തം ഒഴുകുന്ന അവസ്ഥയിൽ തന്നെ അദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ലെതറിന്റെ അവസ്ഥയിൽ ഒരുപാട് പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളും ഉണ്ട്. പക്ഷെ പന്നി മാംസത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ലെതറും ഹറാമാണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നമുക്ക് കൂടുതൽ സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇനി ആൽക്കഹോൾ അഥവാ എത്തനോൾ എന്ന് പറയുന്ന സാധനം, നമ്മൾ ഹംറ് അല്ലെങ്കിൽ കുടിക്കുന്നത് നമുക്ക് ഒരു ടോക്സിസിറ്റി നൽകുന്ന ഒരു ഡ്രിങ്ക് ആണെന്നുണ്ടെങ്കിൽ അത് നജസ് തന്നെയാണ്, ഹറാമ് തന്നെയാണ്.
പക്ഷെ മോഡേൺ കൗൺസിലൊക്കെ പറയുന്നത് എത്തനോൾ എന്ന് പറയുന്ന ആ ഒരു സാധനം, അഥവാ അത് കള്ളായി മാറുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള കോമ്പണന്റ് ആണ് എത്തനോൾ, അത് നജസല്ല എന്നുള്ളതാണ് മോഡേൺ കൗൺസിൽസ് പറയുന്നത്. കാരണം എത്തനോൾ ഇന്ന് പല മരുന്നുകളിലും അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളിലും നമ്മുടെ പെർഫ്യൂമുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എത്തനോൾ നജസാണെന്ന് പറയുന്നതോട് കൂടിയിട്ട് ഒരു വലിയ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാവും. അത് മാത്രമല്ല എത്തനോൾ എന്തല്ല, അത് നജസല്ല എന്ന് പറയാൻ ഈ പണ്ഡിതന്മാർക്ക് തെളിവുകളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ എത്തനോൾ അഥവാ കള്ള് ഹറാമായ സമയത്ത് കള്ളുകൾ അവർ ചെയ്തത് സ്ട്രീറ്റിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ 2-3 ദിവസം ആളുകൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ ഈ കള്ളിന്റെ മണം ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു നജസാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സ്ട്രീറ്റിലേക്ക് ഒഴുക്കി വിടൂല, അത് ആളുകൾ നടക്കുന്ന അവസ്ഥയിലേക്ക് ഒഴുക്കി വിടൂല എന്നതാണ് ഈ പണ്ഡിതന്മാരുടെയൊക്കെ ന്യായം. അപ്പോൾ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നജസ് എന്ന് പറയുന്നത് പന്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു നായക്കുട്ടിയുടെ അല്ലെങ്കിൽ നായിന്റെ ഒരു സലൈവയാണ്. മറിച്ച് മൂന്നാമത്തത് മെൻസ്ട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെൻസ്ട്രേഷന്റെ സമയത്ത് സ്ത്രീകളുടെ അടുത്ത് വരുന്ന ബ്ലഡ് ആണ്, മെൻസ്ട്രൽ ബ്ലഡ് ആണ്. അപ്പോൾ ഹറാം എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കെ നമ്മൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. മറിച്ച് നമ്മളെ അറിവില്ലാത്ത അവസ്ഥയിൽ ഇത് നമ്മുടെ ശരീരത്തിലുണ്ട് എന്നിട്ട് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ അതിൽ കുറ്റമില്ല എന്നുകൂടി പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.